മറ്റുള്ളവരോട് കരുണ ചെയ്യാൻ വേണ്ടിയിട്ട് അതാ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. എന്റെ പ്രിയമുള്ളവരെ, ദുനിയാവിന്റെ തുടിപ്പുകളിലൂടെ കടന്നു പോകുമ്പോൾ അല്ലാഹുവേ, ഭൂമിയിലുള്ളവരോട് കരുണ ചെയ്താൽ ഏകനായ പടച്ച തമ്പുരാനുണ്ടല്ലോ, ആ പടച്ച തമ്പുരാൻ നമ്മോട് കരുണ ചെയ്യുന്നതാണ്. ഈ ദുനിയാവിൽ ഒരാളുടെ ആവശ്യം നിങ്ങൾ നിറവേറ്റി കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ പഠിപ്പിക്കുകയാണ്, സ്വഹാബ, ഈ ദുനിയാവിൽ ഒരാളുടെ ആവശ്യങ്ങൾ നിങ്ങൾ നിറവേറ്റിയാൽ, ഒരാളുടെ ഒരാവശ്യങ്ങൾ നിറവേറ്റിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടല്ലോ, നിങ്ങളുടെ ഒരുപാട് ആവശ്യങ്ങൾ അല്ലാഹു നിറവേറ്റുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, നന്മകളെ കൊണ്ട് നമ്മുടെ ഹൃദയങ്ങൾ വളരട്ടെ, നമ്മുടെ ഹൃദയങ്ങൾ വളരട്ടെ. നമ്മൾ നന്മ ചെയ്യുന്നത് കണ്ടോ, നമ്മൾ നന്മ പ്രവർത്തിക്കുന്നത് കണ്ടോ, നമ്മുടെ പ്രിയപ്പെട്ട മക്കളും അതുപോലെ ചെയ്യാൻ വേണ്ടി ഇറങ്ങട്ടെ. ദീനിന്റെ വഴിയെ നമ്മൾ നന്മ ചെയ്യോ, നല്ലത് കാണുക, നല്ലത് പറയോ, അതിന്റെ കൂടെ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ മക്കളും നമ്മൾ കൂടെ വരുമല്ലോ. യാതൊരു സംശയവും വേണ്ട നിങ്ങൾക്ക്. നിങ്ങളുടെ മക്കൾ വരില്ല എന്ന വിഷയത്തിൽ നിങ്ങൾക്ക് സംശയം വേണ്ട. അവർക്ക് മുൻപിലേക്ക് നിങ്ങൾ നല്ലത് നിങ്ങൾ കാണിച്ചു കൊടുക്കുക. എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് സോഷ്യൽ മീഡിയ ഞാൻ ഇങ്ങനെ എടുത്തു നോക്കുമ്പോൾ പടച്ചറബേ, കൊടുങ്ങല്ലൂരോ അല്ലാഹുവേ, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പ്രിയപ്പെട്ട ഒരു വിദ്യാർത്ഥി ഫാത്തിമ സാറ എന്ന് പറയുന്ന ഒരു പൊന്നുമോ, അല്ലാഹുവേ, തന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോ, അച്ഛന്റെ ചെറിയൊരു അസുഖം വന്നപ്പോ പിതാവിന് വേണ്ടിയിട്ട് പണപ്പിരിവിന്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോ പടച്ചവനെ അവിടുന്ന് സമ്പത്ത് വേണമെന്ന് പറഞ്ഞപ്പോ, ചികിത്സാ ചെലവിലേക്ക് ഫണ്ട് വേണമെന്ന് പറഞ്ഞപ്പോ ഫാത്തിമ സാറ എന്ന് പറയുന്ന ഒരു പൊന്നുമോ, തന്റെ ചെവിയിൽ കിടക്കുന്ന, തന്റെ കാതിൽ കിടക്കുന്ന അല്ലാഹുവേ, സ്വർണ്ണത്തിന്റെ കമ്മലൂരിയിട്ട് ആ പൊന്നുമോളതാ കൊടുത്തിരിക്കുകയാണ്. സ്കൂളിലെ അധ്യാപകന്റെ, പ്രധാന അധ്യാപകന്റെ കയ്യിലേക്ക് തന്റെ കാതിൽ നിന്ന് കമ്മലൂരി കൊടുത്തു. പ്രിയമുള്ളവരെ, ഈ പൊന്നുമോൾ എവിടാണ് ഈ പൊന്നുമോൾക്ക് ഈ മനസ്സ് കിട്ടിയത്? എവിടാണ് ഈ മനസ്സ് കിട്ടിയത്? അല്ലാഹുവേ, മാതാപിതാക്കൾ നന്മയുള്ളവരാകട്ടെ, നന്മയുള്ളവരാകട്ടെ. അല്ലാഹുവേ, ആ പ്രിയപ്പെട്ട പൊന്നുമോളോട് ചോദിക്കുന്നുണ്ട്, എന്താണ് ഇതിന്റെ അർത്ഥമെന്ന് ചോദിക്കുമ്പോ ആ പൊന്നുമോളോട് പറയുന്ന ഒരു വാക്കിന്റെ, പ്രിയമുള്ളവരെ, എന്റെ ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിച്ചു പോയി, വല്ലാതെ ചിന്തിച്ചു പോയി. ആ പൊന്നുമോളോട് പറയുന്ന കാര്യം എന്തെന്നറിയോ? പടച്ചവനെ, ഒരു സഹായവുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്നപ്പോ, ഒരു സഹായവുമായിട്ട് എന്റെ പ്രിയപ്പെട്ട സഹപാഠിയുടെ കൊച്ചന്റെ കാര്യത്തിൽ ഒരു സമ്പത്ത് വേണമെന്നറിഞ്ഞപ്പോ എന്റെ കയ്യിൽ വേറെ ഒന്നും കൊടുക്കാനില്ല, എന്റെ അടുത്ത് വേറെ ഒന്നും കൊടുക്കാനില്ല. പക്ഷേ എന്റെ കയ്യിലുള്ളത്, ആകെയുള്ള സമ്പത്ത് എന്റെ കാതിൽ കിടക്കുന്ന സ്വർണത്തിന്റെ കമ്മലാണ്. പടച്ചവനെ, അതവർക്ക് വല്ലാത്ത കുടുംബത്തിനൊരു താങ്ങാകുമല്ലോ, ആ കുടുംബത്തിനൊരു സമാധാനമാകുമല്ലോ. പടച്ചവനെ, എന്റെ വാപ്പാക്ക് ഒരുപാട് അസുഖങ്ങൾ വന്നപ്പോ, ഒരുപാട് വിഷമങ്ങൾ വന്നപ്പോ എന്റെ നാട്ടുകാരായ ആളുകളോ, പല ആളുകളും ഇതുപോലെ സഹായിച്ചിട്ടാണ് എന്റെ വാപ്പ രക്ഷപ്പെട്ടത്. എന്റെ വാപ്പാക്കും ഇതുപോലെ സഹായിച്ചിട്ടുണ്ട്, എന്റെ വാപ്പയെയും ഇതുപോലെ സഹായിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് എന്റെ വാപ്പയ്ക്ക് എന്റെ നാട്ടുകാർ കൊടുത്തത് അത് ഞാനും അനുഭവിച്ചതാണോ? അതിന്റെ വേദനയും അതിന്റെ വിഷമങ്ങളോ പഠിച്ചവനെ അനുഭവമാണ് ഗുരു, അനുഭവമാണ് ഗുരു. ജീവിതത്തിൽ പ്രയാസത്തിന്റെ വഴികളിലൂടെ കടന്നു പോകുന്നവർക്ക് മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ അറിയാൻ കഴിയുന്നത് എന്റെ പ്രിയപ്പെട്ട ഉമ്മ. എത്രയോ
വലിയ നന്മയാണ് ആ പൊന്നുമോള് ചെയ്തിട്ടുള്ളത്. അല്ലാഹുവേ, ഇതാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. വസ്ത്രമില്ലാത്തവന്റെ വസ്ത്രം കൊടുക്കാൻ, പഠിച്ചവനെ കണ്ണില്ലാത്തവന്റെ കണ്ണ് കൊടുക്കാൻ, കണ്ണീരൊലിക്കുന്നവന്റെ കണ്ണീരൊപ്പാൻ, പഠിച്ചവനെ ഭക്ഷണമില്ലാത്തവന്റെ വയറ് നിറപ്പിക്കാൻ. നമ്മുടെ കേരളത്തിന്റെ മക്കളോ ഒരുപാട് മക്കളുണ്ട് റബ്ബേ, ഒരുങ്ങി നടക്കുന്നവര്, മനസ്സ് കാണിക്കുന്നവര്. അല്ലാഹുവേ, ആ പൊന്നുമോൾക്ക് നീ അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. ആ പൊന്നുമോളുടെ വിഷമങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാ. പഠിച്ചു തമ്പുരാനേ, ആ പൊന്നുമോളുടെ മാതാപിതാക്കൾക്ക് അല്ലാഹ് നീ കൊടുക്കണേ അല്ലാ. ആ കുടുംബത്തിന്റെ വിഷമം നീ തീർത്തു കൊടുക്കണേ അല്ലാ. പഠിച്ചവനെ ഞങ്ങളുടെ മക്കളെയും അതുപോലെ നന്മയിലാക്കി തരണേ അല്ലാ. പഠിച്ചവനെ ആ പെണ്ണുമോടെ കുടുംബത്തിന് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിലോ ആ നന്മയുടെ ബർക്കത്ത് കൊണ്ട് പഠിച്ചവനെ അല്ലാഹുവേ, നീ അതിനെ തട്ടി മാറ്റി കൊടുക്കണേ അല്ലാ. എന്റെ പ്രിയമുള്ളവരെ, ഇങ്ങനെ നന്മയിലൂടെ വളർന്നു വരുന്ന ഒരുപാട് മക്കളെ നമ്മൾ കാണുന്നുണ്ടല്ലോ. അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട്, അവർക്ക് വേണ്ടിയിട്ട്, ഭാവിക്ക് വേണ്ടിയിട്ട് അല്ലാഹുവിനോട് നമ്മൾ ദുആ ചെയ്യണേ. അല്ലാഹുവേ, പടച്ചറബ്ബേ, നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം കേട്ടോ. നമ്മുടെ മക്കൾക്കെന്ന് മാത്രമല്ല, നമ്മുടെ മക്കളുടെ കൂട്ടുകാരുണ്ടാകാം, കൂട്ടുകാരികളുണ്ടാകാം, അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ദുആ ചെയ്യണം കേട്ടോ. അല്ലാഹുവേ, നമ്മുടെ മക്കൾ നടക്കുന്നത് അവരോട് കൂടെയാണ്. അവർ ദുഷിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മക്കളും ദുഷിച്ചു പോകുമെന്ന ഓർമ്മ അല്ലാഹുവേ നമുക്ക് വേണേ.